Learn and forget unfair is the one of the fair step to be the fair. കളവും കട്ടുവര, കളവും പഠിച്ച് മറക്കേണ്ടതുണ്ട്. തിരുക്കുറൾ, തിരുവള്ളുവർ. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരു മണിയേട്ടൻ സ്ഥിരം പറയുന്ന ഒരു കാര്യം ഇന്നലെ ദർശൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോഴാണ് അത് ഇവിടെ അവതരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഓർമ്മ വന്നത്. കളവും കറ്റുമറ. ജീവിതം സംശുദ്ധിയുടെ മാത്രം അവസ്ഥയാണെന്ന് ഉള്ള ധാരണ ഈ നന്മ ആഗ്രഹിക്കുന്ന നന്മയുടെ പ്രേക്ഷകർക്ക് ഉണ്ട്. ലോകത്തിലെല്ലാം നന്മയായിരിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ നന്മ എന്നുള്ളതിന് 2-3 അർത്ഥതലങ്ങളുണ്ട്. ബ്ലിംബസ് ഉദ്ദേശിക്കുന്ന നന്മ എന്നുള്ളത് വെൽ ബാലൻസ്ഡ് എന്നുള്ളൊരവസ്ഥയാണ്. വെൽ ബാലൻസ്ഡ് എന്നുള്ളൊരവസ്ഥ വേറെ, നല്ലത് മാത്രം ഉള്ളത് എന്ന അവസ്ഥ വേറെ. നല്ലത് മാത്രമുള്ളത് എന്നുള്ളത് ഒരു സങ്കല്പ ലോകമാണ്. അങ്ങനെ ഒരു അവസ്ഥ നിരന്തരമായിട്ടില്ല. നൈമിഷികമായിട്ടുണ്ടാവും. എല്ലാം നല്ലതായിരിക്കുന്ന, എല്ലാം രസകരമായിരിക്കുന്ന ഒരവസ്ഥ നൈമിഷികമായിട്ടുണ്ടാവും. എന്നാൽ പ്രപഞ്ച സഞ്ചാലനത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും കുറവും ഏറിയും ഇറങ്ങിയും, അതായത് ഏറ്റവും ഇറക്കവും, അതുപോലെ തന്നെ എല്ലാത്തിനും അതിന്റെ സ്ത്രൈണതയും പൗരുഷവും, എല്ലാത്തിനും അതിന്റെ തീവ്രതയും മിതത്വവും എല്ലാത്തിനും ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ഉള്ള ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ ഇതെല്ലാം വന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് നിരന്തരമായിട്ട് കാണേണ്ടി വരും. നമ്മുടെ ചുറ്റുമുള്ള സമൂഹം എന്ന് പറയുന്നത് നന്മയും തിന്മയും നിറഞ്ഞു നിൽക്കുന്നതാണ്. നന്മയും തിന്മയും ഒരുപോലെയുള്ളതാണ്. അവിടെ നല്ലത് മാത്രം ചെയ്യുന്ന അവസ്ഥയും ചീത്തയായിട്ട് ചെയ്യുന്ന ഒരവസ്ഥയുമുണ്ട്. അതുപോലെ തന്നെ സത്യം പറയുന്നൊരവസ്ഥയും കളവ് പറയുന്നൊരവസ്ഥയുമുണ്ട്. ഇത് നമ്മുടെ മുന്നിലൂടെ നിരന്തരം കടന്നു പോകുന്നതാണ്. നമ്മൾ നല്ലത് മാത്രമാണ് ലോകത്തുള്ളത് എന്ന് ധരിക്കുന്ന സമയത്ത് തിന്മകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തിന്മ എന്നുള്ളൊരു അവസ്ഥ പ്രകൃതിയുടെ മൊത്തം ഒഴുക്കിന്റെ ഭാഗമായി ഇവിടെ സംഭവിക്കുന്ന ഒന്നാണ് എന്നത് നമുക്ക് ബോധ്യമുണ്ടെങ്കിലാണ് നമുക്ക് അതിൽ നിന്നും ശരിയാം വിധം ജീവിതത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുക. മണിയേട്ടൻ പറയുന്നത് പോലെ ലോകത്ത് ശാന്തിയും അശാന്തിയും ഒരേയിടത്ത് നിലനിൽക്കുന്നു എന്ന് യാതൊരുവൻ അറിയുന്നുവോ അവനാണ് ശാന്തി ഉണ്ടാവുക എന്നതുപോലെ ഇവിടെ കള്ളവും സത്യവും ഒരേ ഇടത്ത് നിലനിൽക്കുന്നു എന്ന് യാതൊരുവൻ അറിയുന്നുവോ അവനാണ് സത്യത്തിന്റെ ഭാഗത്ത് നേരാമണ്ണം നിൽക്കാൻ കഴിയുക. അപ്പോ സത്യമായിരിക്കുക, സത്യത്തിലായിരിക്കുക എന്നുള്ളത് നല്ലൊരു അവസ്ഥയാണ്. പക്ഷെ എന്താണ് സത്യം എന്നൊരവസ്ഥയുണ്ടല്ലോ. സത്യം എന്ന് പറയുന്നത് ഒരു വസ്തുത ഒരുവന് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് ഒരു വിഭാഗത്തിന് ശുഭകരമായ ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. ഒരു കൂട്ടത്തിന് അശുഭകരമായ അവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ അത് അസത്യമാണ്. സത്ത് ഇല്ലാതാകുന്ന ഒരവസ്ഥയാണത്. അശുഭകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ത് ഇല്ലാതാവുന്ന അവസ്ഥയാണ്. ഇപ്പോ സത്തില്ലാത്തതാണ് അസത്യം, സത്തുണ്ടാകുന്നതാണ് സത്യം. ആ സത്തുണ്ടാകുന്നത് ശുഭകരമായ ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് എന്ന് നാം ഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഗണിക്കുമ്പോഴാണ് ജീവിതത്തെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുക എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മറ്റൊരു അവസ്ഥയെ വളരെ കാലം മുമ്പ് തിരുവള്ളുവർ, തമിഴ്നാട്ടിലെ തിരുവള്ളുവർ അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള തിരുക്കുറളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കളവും കട്ടുമറ. കള്ളം ഉണ്ടല്ലോ, കള്ളം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളത്, അശുഭകരമായിട്ടുള്ളത്, അതിനെയും പഠിക്കുക. കട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുക, പഠിച്ചിട്ട് മറന്നു കളയുക. കളവും പഠിച്ചു മറക്കേണ്ടതുണ്ട്. കളവിനെയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചതിന് ശേഷം മറക്കേണ്ടത്. എന്നാലാണ് കളവെന്ന് പറയുന്നത് ഒന്ന് മുമ്പിൽ വരുന്ന സമയത്ത് അത് കളവാണെന്ന് തിരിച്ചറിയാനുള്ള വെളിവ് നമുക്കുണ്ടാവുക. ആ വെളിവ് ബോധം നമുക്കുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുൻപിലൂടെ കടന്നു പോകും. നമ്മളുടെ തുലനത തെറ്റിപ്പോകും, നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകും. അത് ജീവിതത്തെ അസത്ത് നിറഞ്ഞതായിത്തീരും. സത്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും.
അപ്പോ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഏത് സമയത്തും ഈ ബാലൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സത്തും അസത്തും ഒരുപോലെയുള്ള, നന്മയും തിന്മയും ഒരുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിയുകയും അതിനനുസരിച്ച് ജീവിതത്തെ തുലനം ചെയ്ത് കൊണ്ടുപോവുകയും വേണം. ജീവിതത്തിൽ അസത്യം നിറയ്ക്കണമെന്നല്ല, ജീവിതത്തിൽ കള്ളം നിറയ്ക്കണമെന്നല്ല, ജീവിതത്തിൽ കളവ് നിറയ്ക്കണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതും അറിയണം, അറിഞ്ഞു വിട്ട് കളയണം. അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയും. ചെറുപ്പകാലത്ത് ഒരുപാട് കുരുത്തക്കേടിലൂടെ യുവാക്കൾ കടന്നു പോകേണ്ടതുണ്ട് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണത്? അങ്ങനെ ഒരു വളരെ ചെറിയ കാലത്ത് കുസൃതികൾ കാണിക്കുക, കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കുസൃതി, അത്യാവശ്യം പ്രണയം, വേലിചാട്ടം, മറ്റേ പാരവെപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, യൗവനത്തില് അതിന്റെ തോരത്തിളപ്പിലായിത്തീരുക. ഇങ്ങനെയുള്ള ഒരാൾക്ക് കുറെ കൂടെ മുതിരുന്ന സമയത്ത് ജീവിതത്തിൽ വല്ലാതെ പക്വത വരും. കാരണം അയാൾ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞു. അതുകൊണ്ട് അയാൾക്ക് പക്വത വരും. പിന്നീട് ജീവിതത്തിൽ വരുന്ന ഘടകങ്ങളെ എല്ലാം തന്നെ തുലനം ചെയ്തു പോകാനുള്ള മനോഭാഗം, പക്വത അയാൾക്കുണ്ടായിത്തീരും. അതിന് കളവും പഠിച്ചു മറക്കേണ്ടതുണ്ട്. അശുഭകരമായ കാര്യങ്ങളിലൂടെയും കടന്നുപോയി ശുഭകരമായ ഒരവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട്. അത് പോകാതെ വരുന്നവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അശുഭകരമായ കാര്യങ്ങൾ എപ്പോഴെങ്കിലും മുന്നിൽ വരുമ്പോഴെല്ലാം തന്നെ ഇയാളുടെ ആ തുലനത തെറ്റിപ്പോകും. മദ്യപിക്കാത്ത ഒരാൾ, ജീവിതത്തിൽ ഇതുവരെ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാൾ ഒരു മദ്യപാനി മുന്നിലെത്തുന്ന സമയത്ത് അയാളുള്ളിൽ വെറുപ്പാണ് ഉണ്ടാവുക, അറപ്പാണ് ഉണ്ടാവുക. ഈ വെറുപ്പും അറപ്പും ഇയാളുടെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിന് പകരം ചെറിയ കാലത്ത് കുറച്ച് കാലം എന്താണ് കള്ളെന്ന് മനസ്സിലാക്കുകയും കള്ളുകുടിയന്മാരുടെ കൂടെ കുറച്ച് നടക്കുകയും എന്താണ് കള്ളെന്നും കള്ളു ഷാപ്പെന്നും കള്ളന്റെ ആ സംസ്കാരം എന്താണെന്നും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് മുങ്ങി ആറാടണം എന്നല്ല ഞാൻ പറഞ്ഞത്, അതെന്തെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കൽ ഒരു മദ്യപാനിയെ കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നില്ല, വെറുപ്പ് തോന്നില്ല, അവരോട് അമർഷം തോന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരം അത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോഴും അതും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതി കടത്തിവിടാനുള്ള പാകമുണ്ടാക്കി തരും. അത് ശരീരത്തിന്റെ ആരോഗ്യത്തെ, മനസ്സിന്റെ ശുദ്ധിയെ നിലനിർത്തും. അതുകൊണ്ട് കളവും കട്ടുമറ എപ്പോഴും ഓർത്തു വെക്കുക. ലേൺ ആൻഡ് ഫോർഗെറ്റ് ദ അൺഫെയർ is the one of the fair step to be the fair. നന്ദി, നമസ്കാരം.